റിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? ആഫ്റ്റർ മാരേജിലാണ്. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് സ്മൂത്ത് ആയിട്ട് പോകുന്നുള്ളത്. അത്ര സ്മൂത്ത് ആയിട്ടല്ല പോവുക. ഇണക്കങ്ങളും പിണക്കങ്ങളും കച്ചറയും വഴക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര ഫെഡപ്പായിട്ട് അല്ലെങ്കിൽ മടുപ്പായിട്ടോ ഫീലിങ്സ് വന്നിട്ട് ഇതൊക്കെ നിർത്താൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ സിബിലിങ്സ് ആയിക്കോട്ടെ, അവരൊക്കെ നമുക്ക് ഓൾറെഡി ബ്ലഡ് റിലേഷൻഷിപ്പാണ്. അതേപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. അതേസമയം നമ്മൾ ഈ ഭാര്യ ഭർത്ത ബന്ധത്തിലേക്ക് പോകുമ്പോൾ അവിടെ ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ല, ഇമോഷണൽ കണക്ഷൻസ് ഒന്നും ക്രിയേറ്റഡ് അല്ല, ഫിസിക്കൽ കണക്ഷൻസും ക്രിയേറ്റഡ് അല്ല. അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്ത ബന്ധം എന്നുള്ളത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന പീരീഡിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ് പ്രശ്നങ്ങളൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറയുന്നു, ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇമോഷണൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ അതൊക്കെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബന്ധം വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയാറില്ലേ, എൻ്റെ പ്രിയതമക്ക് വേദനിച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ വേദന ആവും എന്നുള്ളതൊക്കെ. അതൊക്കെ റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അവർക്ക് അവിടെ ഫീൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. അവിടെ അങ്ങനെ നമുക്ക് തോന്നൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇമോഷണലി കണക്റ്റഡ് ആയി, നമ്മൾ ഫിസിക്കലി കണക്റ്റഡ് ആയി. അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധം ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബന്ധം. സോ ഇത്രയൊക്കെ ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ചെറിയ വഴക്കുകളും പിണക്കങ്ങളൊക്കെ. പിന്നെ മസ്റ്റായിട്ട് നമ്മുടെ ഈഗോ ഒന്ന് മാറ്റി വെച്ചാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ബന്ധം മുന്നോട്ട് പോകും. ദാറ്റ്സ് ഇറ്റ്.